ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചേന ഫ്രൈ ഉണ്ടാക്കാം. അധികം ഓയിലൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്യണ മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചേന എടുത്തിട്ടുണ്ട്. ചെറിയ ചേനയാണ്. വലിയ ചേനയാണെങ്കിൽ പാകത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കണം. നന്നായിട്ട് ചെറുതാക്കരുത്, എന്നാൽ വലിയ പീസും ആവരുത്. അതേപോലെ വേണം നമ്മൾ പീസാക്കി എടുക്കാൻ. ചേനയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നോക്കണം, ചിലപ്പോൾ നല്ല ചൊറിച്ചിലുള്ള ചേനയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കയ്യിൽ കവറൊക്കെ ഇട്ടിട്ട് ചേന കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര ചെറിയ പീസാണ് ആക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പേസ്റ്റ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എരിവിനനുസരിച്ച് മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച ചേന ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തേക്കും മസാല ആകുന്ന രീതിയിൽ. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മസാല പുരട്ടി വെച്ച ചേന ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അടച്ചു വെക്കുക. അങ്ങനെ വേണം വേവിച്ചെടുക്കാൻ. കൂടുതൽ ടൈം ഇളക്കാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചേന കരിഞ്ഞു പോവും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറക്കുക, ഇളക്കുക, അടിച്ചു വെക്കുക. ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അടിയിലൊന്നും അധികം പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി ഓയിലി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓയിൽ അധികം ഒഴിച്ചു കൊടുക്കാതെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.